ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി മയണൈസ് ആണ്. ഒരു മുട്ടയും കുറച്ച് ഉപ്പും സൺഫ്ലവർ ഓയിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മയണൈസ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാനിതിൽ 2 വെളുത്തുള്ളിയും കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. അത് 2 ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു വേർഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ സൺഫ്ലവർ ഓയിലിന് പകരം ഒലിവ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണ് ഈ ഹോം മെയ്ഡ് മയണൈസ് റെഡിയാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി മുതൽ നമുക്ക് ഷോപ്പിൽ നിന്നുള്ള മയണൈസ് അവോയ്ഡ് ചെയ്യാം. ഫ്രഷ് എഗ്ഗ് വെച്ചിട്ട് വീട്ടിൽ തന്നെ മയണൈസ് റെഡിയാക്കിയെടുക്കാം. ഇത് മിക്സിയുടെ ചട്നി ജാറാണ്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇത് ഓപ്ഷണലാണ്. എനിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളി. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ലേശം എരിവും ഫ്ലേവറും ഇഷ്ടമാണെങ്കിൽ മാത്രം കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇനി ഇതിനെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിക്കാം. ഞാനിവിടെ 1/2 കപ്പ് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു 1/4 കപ്പ് പകുതിയോളം ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ജാറിൻ്റെ ലിഡിലുള്ള എണ്ണയൊക്കെ ഒന്ന് വടിച്ച് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും. നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായ ക്രീമിയായ ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗാർലിക്കും കുരുമുളക് പൊടിയും ഇതിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഷോപ്പിൽ വാങ്ങുന്നതിലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ചപ്പാത്തിയുടെ കൂടെ, കുബൂസിൻ്റെ കൂടെയോ ഫ്രൈഡ് ചിക്കൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനി ഗാർലിക് സോസ് ഉണ്ടാക്കുന്നത് ഞാൻ വേറൊരു വീഡിയോയിലിടാം. നമ്മൾ ഷവർമ ഉണ്ടാക്കുമ്പോൾ ഗാർലിക് സോസാണ് ഉപയോഗിക്കുന്നത്. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ഫ്രഷ് എഗ്ഗ് വെച്ചിട്ട് ഫ്രഷായിട്ട് നമുക്ക് ഈ മയണൈസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നതിലും എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷനാണിത്. ഒരു വട്ടം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.